അപ്പം നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ ശ്രദ്ധിച്ച് ഓരോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഓക്കെ ആകും, നമുക്ക് ടെൻഷനൊന്നും വേണ്ട, ഇത് ഓക്കെ ആവും എന്നിങ്ങനെ പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ ആവണം. അല്ല ഞാൻ ഇങ്ങനെ പറയാം, എനിക്ക് മിസ്റ്റേക്സുകളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇത് മിസ്റ്റേക്ക് അല്ല നമുക്ക്, ഇത് കറക്റ്റ് ആവും, ഇത് ഓക്കെ ആകും എന്ന് പറഞ്ഞു. മിസ്റ്റേക്ക് വരാൻ പാടില്ല, ഇത് കറക്റ്റ് ആവണം, നിനക്കത് കറക്റ്റ് ആവാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. പുള്ളി വളരെ പറഞ്ഞ പുള്ളിയിലേ പോയി. നമ്മുടെ അങ്ങനെ ആരും വേറൊരു പറയില്ലോ, നമുക്ക് വേണ്ടി വേറൊരാൾ പറയില്ല ജോലി ചെയ്യാണ്, നമുക്ക് വേണ്ടി വേറൊരാൾ കഷ്ടപ്പെടാണ്, അത് നീ നന്നാവാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ആംഗിളിൽ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതായത് പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ട്, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ഒന്നല്ലോ, പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ടോ ഇതിന് പൈസ കിട്ടാൻ വേണ്ടിയൊന്നും അല്ല. പുള്ളിക്ക് നമ്മൾ നന്നാവണമെന്നും നന്നായി നിൽക്കണമെന്നും നമ്മുടെ സിനിമകൾ ഓടണമെന്നും നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണമെന്നും നമുക്ക് കരിയർ വേണമെന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നൊക്കെ ശരിക്കും ഒരു വെൽവിഷർ എന്ന് പറയില്ല, ഒരാൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാളെന്ന് പറയില്ലേ, അങ്ങനെ ഒരാളാണ് നമുക്ക്. എനിക്ക് പിന്നെ ഈ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു പറയാം. എനിക്ക് അവസാനമുള്ള ചേസിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ചേസിങ് ആണ്. അത്തരമൊരു സിറ്റുവേഷൻ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റിസ്ക് എന്തായിരുന്നു? ചേസ് ഈ സിനിമയുടെ എഡിറ്റർ ഉണ്ട് ഷമീർ മുഹമ്മദ്. അപ്പം അവനാണ് ഈ ചേസ് എന്ന് പറയുന്ന സംഭവത്തിൽ അത്രയേറെ ആഗ്രഹമുണ്ടായിരുന്നത്, നന്നായിരിക്കണം. അത് ഞങ്ങൾ ഗ്രാഫ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സിനിമയ്ക്ക് നമ്മളിങ്ങനെ ഒരു പോയിന്റ് ഡിസൈൻ ചെയ്ത് പോകുമല്ലോ, അപ്പോൾ ആ പോർഷനിൽ നമുക്കത് ഭയങ്കര ലിഫ്റ്റിംഗ് പ്ലേസ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി, ഇത് വേണോ, കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് പൈസയാകും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇത് എടുത്തില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടോ, നമുക്കത് ഒരു ആക്ഷൻ അപ്പുറത്തെ ആക്ഷനാണ് ഇപ്പുറത്തെ ആക്ഷനാണ് നമുക്ക് വിട്ട്. അപ്പോൾ അവൻ ഒറ്റ വാശി, അല്ലെങ്കിൽ അത് പറ്റില്ല മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് കാരണമാണ് ഞാനത് പിന്നെ ശരി എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളത് ഡിസൈൻ ചെയ്തു പ്രോപ്പറായിട്ട്. കാരണം നമ്മൾ ഈ പറയുമ്പോഴും നമുക്ക് ഇത്രയും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സിനിമയ്ക്ക്. നമുക്ക് പോകാവുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന ഒരു ഡേയ്സ് ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് എനിക്ക് കിട്ടാറുണ്ട്, ഡേയ്സ് കിട്ടാറുണ്ട്. ഞാൻ ആർത്ഥത്തിലല്ല പറഞ്ഞത്, മറ്റ് ഭാഷകളുമായോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു റേഞ്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മളതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കുമല്ലോ എപ്പോഴും ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തു പ്രോപ്പറായിട്ട് എന്നുള്ളതാണ്. നമ്മളത് സ്റ്റോറി ബോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പം നമ്മൾ ആക്ച്വലി 5 ദിവസമാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ചേസ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം പെർമിഷൻ ഇഷ്യൂസ് വന്നു. ഇത് റിയൽ സ്ഥലത്ത് വേണം ഷൂട്ട് ചെയ്യാൻ, നമുക്ക് ഇത്രയും സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, റോഡുകളല്ലേ. അപ്പോൾ പെർമിഷൻ കിട്ടില്ല, വണ്ടികൾ പോയിക്കൊണ്ടിരിക്കില്ല, വണ്ടികൾക്കിടെ ചെയ്തെടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ ഒഴിഞ്ഞ് കിട്ടുന്ന ഒരു 12 മണിയൊക്കെ ആവും രാത്രി. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വണ്ടികൾ വന്നു തുടങ്ങും. ഈ പാല് വന്ന് 10 വണ്ടികളൊക്കെ വരും. പിന്നെ രാവിലെ ഏർലി മോർണിംഗ് പോകണ ജോലിക്ക് പോകണവരൊക്കെ വരും. അപ്പോൾ നിർത്തുകയും വേണം. പിന്നെ നമ്മളൊരു 3.5 ദിവസമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നൈറ്റ് കിട്ടിയത്. അതിനകത്ത് എടുക്കാൻ നമ്മളൊരു 60% എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. 40% കോംപ്രമൈസ് ചെയ്തു സ്റ്റോറി ബോർഡിൽ. വന്നേനെ അത് നമ്മളൊരു ഇച്ചിരി കൂടി നമുക്ക് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വേറെ ലെവൽ എത്തിക്കായിരുന്നു. ഒരു 100% കിട്ടിയാണ്. നമുക്കൊരു 60% ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര എക്യുപ്മെന്റ്സുകൾ വേണം. പിന്നെ ഈ പറഞ്ഞ എനിക്കൊന്നും 1 കോടി രൂപയോളം വണ്ടികൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വണ്ടികളൊക്കെ വാങ്ങിച്ച് 1 കോടി രൂപയോളം വണ്ടികൾ വാങ്ങിക്കണ്ടേ, അപ്പൊ കുറെ കാറുകള് ഓട്ടോ അങ്ങനെയുള്ള വണ്ടികളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യണേ. പിന്നെ ഇത് ഓടുകയും വേണം, വെറുതെ ഡംപ് ചെയ്യാനുള്ള വണ്ടി എടുക്കും. അപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്ന വണ്ടികൾ വാങ്ങിച്ച് 4 ദിവസം കൊണ്ടെല്ലാം പൊട്ടിച്ചൊക്കെ കളഞ്ഞു. അല്ല ഞാൻ ഇപ്പോഴാ പറഞ്ഞത്, അത് മൊത്തം ഉണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലേ 100% അതെല്ലാം നമ്മളെ മൊത്തത്തിൽ പടത്തിൽ 60% ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാത്തിനും പ്ലാൻ ഒരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അത് നമ്മുടേതായ പ്രശ്നങ്ങളാണ്, അത് വെച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമായി വരണം. ഒത്തിരി ഇഷ്യൂസ് വരുമല്ലോ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. സിനിമയുടെ പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ചെന്നൈയിലേക്ക് അല്ലേ, ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ചിങ്. നമ്മൾ തുടക്കത്തിൽ ചെന്നൈ കാണിക്കുന്നുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നു.
പക്ഷെ അവിടേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് സിനിമ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ആ സീൻ നമുക്ക് പെട്ടെന്ന് വർക്കൗട്ടായി ഇങ്ങനെയാണ് ഇവിടെ കണക്ഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ബാങ്കിലെ ഒരു ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കണക്ട് ആകാൻ പ്രേക്ഷകർ വൈകുമോ എന്നൊരു ചിന്താഗതി ഡയറക്ടറിനുണ്ടായിരുന്നു. ഇല്ല, അത് ഈ സിനിമ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സാധാരണ മാസ് സിനിമയുടെ സ്വഭാവത്തിലല്ല. അല്ല, സാധാരണ മാസ് സിനിമ ഒരു അപ്പ് ഡൗൺ ഗ്രാഫിലാണ് സെറ്റ് ചെയ്യുക. അതായത് ഒരു മാറ്ററുകളും കാര്യങ്ങളും പറയും, പിന്നെ ഒരു ഹൈ വരും സീൻ. അത് ചിലപ്പോൾ ഒരു ആക്ഷൻ ആകാം, അല്ലെങ്കിൽ സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു സീനാവാം. വീണ്ടും നമ്മൾ കുറച്ച് നേരം തമാശകളോ അല്ലെങ്കിൽ മാറ്ററുകളോ ഒക്കെ പറഞ്ഞു പോകും, വീണ്ടും കയറും. അങ്ങനെ ഒരു ഗ്രാഫിലാണ് സാധാരണ മാസ് സിനിമ ഡിസൈൻ. ഇതിന് അങ്ങനെ ഒരു പരിപാടിയല്ല ചെയ്തത്. കാരണം ഇതിന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രം പോകണം. സാധാരണ ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ നോക്കിയാൽ കാണാം, ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു കഥ പറഞ്ഞ് കഴിയും. അതെ അതെ. പിന്നെ ഹാപ്പനിങ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ ആദ്യം വിചാരിച്ചത് അങ്ങനത്തെ ഒരു പാക്കേജിലൊരു ആക്ഷൻ പടം ചെയ്താൽ. പക്ഷെ അത് പേടിയായി. മലയാളത്തിൽ വന്ന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രാമയില്ലാതെ കഥ പറയാതെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും, പ്രത്യേകിച്ച് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അതിന്റെ ആശങ്ക വന്നിട്ടാണ് ഈ 50-50 ചെയ്തത്. അപ്പൊ ആദ്യം ഒരു പകുതി കൊണ്ട് കഥ മുഴുവൻ പറഞ്ഞു തീർത്തു. എന്താണ് പ്രശ്നം, ആരൊക്കെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഹീറോ വന്ന് അവിടേക്ക് സെറ്റ് ആവുന്നു, ഇഷ്യൂയിലേക്ക് പെടുന്നു. അത് പറയാൻ ഫസ്റ്റ് ഹാഫ് എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ ആക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നുള്ള പാറ്റേണിലാണ് പോയത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് ആയതുകൊണ്ട് അതിനുള്ള ക്ലാരിറ്റി കുറവില്ലായിരുന്നു. സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അതെ അതെ. സിനിമ കാണുമ്പോൾ ഒരു ഇങ്ങനെ മെല്ലെ വന്ന് ഇങ്ങനെ കയറി ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് പലരും എന്നെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് ബെറ്റർ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനേക്കാൾ താഴെയാണെന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമ നമുക്കാണല്ലോ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ. സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഥ പറയാൻ ഒരു ഗ്രാഫ് ഒരു പോയിന്റ് വരെ എടുത്തു, അതിനുശേഷം ഫുൾ ത്രിൽസ് കൊടുത്തു, ആക്ഷൻ മാത്രം കൊടുത്തു. അപ്പം അതുകൊണ്ട് ആക്ഷൻ മാത്രം നന്നായിട്ടിരുന്നു. അതെ അതെ അതെ. കഥ മൊത്തം പറഞ്ഞു തീർക്കുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ഇവിടെ. അത് മുഴുവൻ പറയണമല്ലോ, വെറുതെ രാവിലെ ഒന്ന് അടികൊടുക്കാൻ പറ്റില്ലല്ലോ. വില്ലൻ ആരാണെന്ന് പറയണം, അയാളുടെ പ്രശ്നം എന്താണെന്ന് പറയണം, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ടല്ലേ പറയാൻ പറ്റും. അത് അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ. ഈ സിനിമ അങ്ങനെയാ ഗ്രാഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് തോന്നി. ഇപ്പൊ ഈ പറഞ്ഞൊരു എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഞാനും ഭയപ്പെടുകയാണ്. സിനിമ ഇത് ഇങ്ങനെ കൊണ്ട് നിർത്തിയാണ്, എന്താണോ ദൈവമേ എന്നാണ് എൻ്റെ ഒക്കെ. പിന്നീട് അങ്ങ് പോയി സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വേറൊരു സെറ്റപ്പിലേക്കാണല്ലോ സിനിമ. സെക്കൻഡ് ഹാഫ് പറയാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് കണ്ടുവച്ചത്. രാജ്പീർ ഷെട്ടി എന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ തന്നെ ഇതിലേക്ക് വില്ലൻ എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു? അയാളൊരു ആക്ടർ, നല്ല ആക്ടർ. തീർച്ചയായിട്ടും. ബിക്കോസ് ഈ സിനിമയ്ക്ക് നല്ലൊരു ആക്ടർ വേണം വില്ലൻ ചെയ്യാന്നുള്ള തീരുമാനം ഇതിനുണ്ടായിരുന്നു. അതിന്റെ കാരണം ഈ സിനിമയിൽ ഇല്ലാത്തൊരു സീൻ ഉണ്ടായിരുന്നു, നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാ. അത് ഇപ്പൊ മമ്മൂക്കയുടെ സീൻ നിങ്ങൾ കണ്ടില്ലേ, അതിനകത്ത് മമ്മൂക്കയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സീൻ, അതുപോലെ സീൻ വില്ലനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഒരു സീൻ ഉണ്ടായിരുന്നു. അയാൾ ആര് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് ചില സാങ്കേതിക കാരണങ്ങളെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സീൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു നല്ല ആക്ടർ വേണം. അയാളുടെ ഇമോഷനായിരുന്നു അത്. അയാൾ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഇമോഷനായിരുന്നു. അത് പെർഫോം ചെയ്യുന്ന ബെസ്റ്റ് ആക്ടർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പൊ അത് ഒരു നല്ല ആക്ടറെ അതുകൊണ്ട് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് പോയി. അത് പിന്നെ അതുകൊണ്ട് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരാളാണ്, കുറച്ച് ഒരു സൈക്കോട്ടിക് ബിഹേവിങ് ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു റൂട്ട് രസമായിരിക്കും, പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളിയുടെ ആ ഒരു രൂപം പ്രത്യേകതയുള്ളതാണ്, ചെറിയ മനുഷ്യനാണ്, പക്ഷെ പെർഫോമൻസ് വലുതാണ്. അപ്പൊ അതൊന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് പിടിച്ചത്. അദ്ദേഹത്തെ തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു വേറെ ഓപ്ഷൻസ് ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഈ വില്ലൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളിൽ അങ്ങനെ ഷൂട്ടിങ്ങിന് ഒരു മാസം മുമ്പത്തേക്കുള്ള സമയത്തേക്ക് അതൊക്കെ പ്ലാൻ ചെയ്തു.